ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കോയിക്കമഠത്തിൽ ജുബിലീസ് എപ്പിസോഡിന്റെ 72ാമത് ഭാഗമായ കവിതകൾ 22 എന്ന ഗോപകുമാർ കൃഷ്ണയുടെ ലൈവ് പ്രോഗ്രാമായ ഈ ഫോണിൻ പ്രോഗ്രാമിലേക്ക് ഏവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുക. പ്രതീക്ഷയുടെ പുതിയ നടവരമ്പുകളിൽ സ്വപ്നത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ ഒരു കവിത ആവിഷ്കാരം ഇന്ന് ഈ രാവിലെ ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്കിന്റെ ലൈവ് ഈ ഫോണിൻ ചാനൽ പ്രോഗ്രാമിലേക്ക് ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. എൻ്റെ ഈ കവിതയുടെ പേര് പത്മജ എന്നാണ്. ഈ കവിത ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ എൻ്റെ സ്വപ്നങ്ങളെ, എൻ്റെ സ്വപ്ന സാഫല്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രതീക്ഷയോടെ മറ്റുള്ള നാടുകളിൽ മറ്റുള്ള ജോലികൾക്കായി പോകുന്ന സമയം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കായി പോകുന്ന സമയം, അവിടെ നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന മറ്റു പല വിഷമ കാലഘട്ടങ്ങളിൽ പ്രകൃതിയുടെയും അല്ലെങ്കിൽ തീരദേശങ്ങളുടെയും ഒക്കെ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിൽ വന്നെത്തുകയും അതിൻ്റെ ഒരു പ്രതിഭാസം എന്ന് വെച്ചാൽ ഒരു പരിവർത്തനം ഞാൻ എൻ്റെ ഹൃദയങ്ങളിൽ അതിൻ്റെ കവിതാ സാവിഷ്കാരമായിട്ട് അല്ലെങ്കിൽ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു വരികളായിട്ട് ഞാൻ അതിനെ രചിച്ച് എൻ്റെ ഹൃദയത്തിൽ തന്നെ കണക്ക് കൂട്ടി അത് ഞാൻ വീണ്ടും അത് എൻ്റെ തൂലികയിൽ, എൻ്റെ പേപ്പറിൽ, എൻ്റെ കവിതയുടെ ആവിഷ്കാരം പോലെ, അതിൻ്റെ ഒരു സാക്ഷാത്കാരം പോലെ തന്നെ ഞാൻ അത് വരികളാക്കി ഞാൻ അതിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഈ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ആരംഭിക്കാം. പദപത്മജയാലവൾ ഇനി വിരിയും ഈ മലർമാങ്കണത്തിൽ തനി തേരിന്ന് ഹൃദയം മീട്ടി അവളുടെ നിശാന്തമാമണിമാറി പത്മാനുമന്ന രാഗങ്ങൾ പാതി മിഴി വാർത്തു ഇന്നീ സരസൂരം വിരിയും സ്വപ്നങ്ങൾ പൂൽകും കുടിലിൻ മണിമുകിൽ വന്നണഞ്ഞൊരു മിഴിനീർനാളം അലിഞ്ഞു ചേർന്നൊരു സരസൂരം പൂശി നിന്നൊരു പൂന്തേങ്കിളിയവൾ ഊഞ്ഞലിട്ടു ഈ നിലവിൽ തെളിയും മാനം പൂശുനീരാഗം വന്നു പെയ്തൊരു പേമാരി ഇന്നീ മനസ്സിൻ തീരത്ത് ഉരുകുമീ മനമിന്നറിയാതെ ഈ കണ്ണീർ കണങ്ങൾ പോലെ ഒരു പൂവിടരുമി അനന്തമാം ലയനം നിൻ മനസ്സിൽ ഉണരും തീരും അറിയും പോഴും വരുമീരാവിൽ മണിമണ്ഡപ വിഗ്രഹമാമൊരു രാവിൽ അലിയും ശ്രുതിലയും ഒരു നവസന്ധ്യയിൽ കനക കിരീടം അണിയും തീരമാറിൽ ശ്രുതികൾ ചേരും
അലകടലോലം പദനുര ചെയ്തറുമി മണലാരണ്യം ഇന്നീ തണലിൽ ലോലമിഴിനീ വാക്കും പ്രകൃതി തീരങ്ങൾ അലകുളിരാലൊരു ഈറൻ വാക്കും പൂമിഴിയാലവൾ പൂമേനി തീർത്തു ഈ മാറിൽ നുരയാൽ തേനല വിരിയും ഈരാവിൽ ഇന്നീ ആകാശത്തിരയിൽ ഇന്നീ പൂന്തുറയിൽ പെയ്തു തീർന്നൊരു കുളിർമാരി കനലിടും ഇന്നീ വിശാന്തമാം മണൽ മാറി നിർവൃതിയാലൊരു പകൽ പോലെ അണിഞ്ഞു ചേർന്നൊരു മണിമാല ഇന്നീ തീരത്ത് ഇന്നീ തീരത്ത്. അതുപോലെ നമ്മുടെ പ്രതീക്ഷയുടെയും മറ്റുള്ള സ്വപ്നങ്ങളുടെയും സംസ്കാരങ്ങളാണ് നമ്മുടെ വരികളായിട്ട്, കവിതകളായിട്ട്, അല്ലെങ്കിൽ ഗാനങ്ങളായിട്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിയത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് ലൈക്കുകളായിട്ടും കമൻറ്റുകളായിട്ടും ഷെയറുകൾ ചെയ്ത് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയാണ്. അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയുടെ ഒരു കണക്ക് കൂട്ടലുകളായിട്ട് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ മറ്റുള്ള നമ്മുടെ ബാക്കിയുള്ള രീതിയിലുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഹൃദയങ്ങളും ഒക്കെ മനസ്സിലുണ്ടാവാതെ പോലെ ഹൃദയമാണ് നമ്മുടേതും. അതുകൊണ്ട് എൻ്റെ ഹൃദയങ്ങളെയും കവിയിൽ നിന്നും കലാകാരിൽ നിന്നും എങ്കിലും മറ്റാരുടെയും ഒരു ആവിഷ്കാരം പോലെയല്ല സ്വന്തം ഹൃദയമാകുമ്പോൾ അതിൻ്റെ തേങ്ങലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വപ്നങ്ങളും ഒക്കെ ഇത് ആലോചിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള ഒരു മലയാള കവിതയെടുത്ത് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അംഗീകാരങ്ങളും വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടുകളും ഒക്കെ കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മുടെ പ്രോഗ്രാം കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് വോട്ടുകളായിട്ട് കിട്ടണമെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ടുകളായി മാറണമെങ്കിൽ, വരും കാലങ്ങളിൽ എൻ്റെ പ്രതീക്ഷകളെ വളർച്ചയുടെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളും പരമാവധി ചെയ്ത് നിങ്ങൾ എൻ്റെ പ്രോഗ്രാമിനെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് രാവിലെ ഈ ഒരവസരത്തിൽ നിങ്ങളോട് ഞാൻ എൻ്റെ സ്വപ്നം പോലെ തന്നെ എൻ്റെ പ്രതീക്ഷകൾ പോലെ ഞാൻ നിങ്ങളോടൊക്കെ എൻ്റെ ഒരു പുതിയ ഒരു ഒരു കണക്ക് കൂട്ടലിനെ മറ്റുള്ളവരുടെ ബുദ്ധിയില്ലായ്മയുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ വിഷമം കൊണ്ടോ ബുദ്ധിയുള്ളവരുടെ ബുദ്ധിയെ തന്നെ അയച്ചു നോക്കുകയും അവരുടെ പ്രതീക്ഷകളൊന്നുമില്ല ലാഭങ്ങൾ കൊയ്യാനായിരിക്കും അവരുടെയൊക്കെ. കാരണം ഒരുപാട് കാലഘട്ടങ്ങൾ നമ്മൾ കടന്നുപോയി, ഒരുപാട് പേരുടെ അംഗീകാരങ്ങളും അവരൊക്കെ വളർന്നു പോയിട്ട് നമ്മളൊന്നും വളർന്നില്ല. വളരട്ടെ, ഒരു നല്ലതിനു വേണ്ടി ആവട്ടെ, എങ്കിലും അവരെയൊക്കെ ചിലവരെ വിമർശിക്കേണ്ടി വന്നു. അതൊക്കെ നമ്മളെ വീണ്ടും ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കേണ്ടി വന്നത്. അതിൽ നല്ലത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ ത്യജിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് നിന്ന്, നാട്ടിൽ നിന്നും വീട് മാറി മറ്റൊരു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രതീക്ഷ പോലെ ആയി മാറുന്നു. അതുകൊണ്ട് അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു പ്രത്യാശയും നമ്മൾ നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാം നല്ലതാണ്, അത് നല്ലതിനാണെങ്കിൽ. കാരണം എൻ്റെയൊക്കെ അവസ്ഥ വെച്ച് കണക്കൂട്ടി നോക്കുന്ന വർഷങ്ങളോളമായി 40 വയസ്സായി കഴിഞ്ഞു. ഇനിയും ആ ഒരു പ്രതീക്ഷയുടെ എല്ലാം അറിയാവുന്നതിൻ്റെ പുതിയൊരു അഡ്മിഷൻ അല്ല, അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് പഴയ കാലത്തെ അഡ്മിഷൻ തന്നെയാണ്. കാരണം ഹൃദയം പട്ടകളെ പോലെ കണക്ട് ചെയ്ത് അതുകൊണ്ട് വീണ്ടും നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കണക്ക്. എങ്കിലും നിങ്ങളുടെ ഈ വിലയേറിയ അഭിപ്രായം, എൻ്റെ കവിതകളും പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഈ കഥയാണുള്ളത്, കഥകളൊന്നും നമ്മൾ എടുക്കാത്തതാണ്. എടുത്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ നെറ്റ്വർക്കുകൾ ബുദ്ധിമുട്ടുകൾ അതുമെല്ലാം ഭയങ്കര വരികൾ ഉള്ള ഒരു കഥയാകുമ്പോൾ അതിൻ്റെ എപ്പിസോഡുകൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇതിൻ്റെ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ അടുത്ത
വർഷങ്ങളിൽ 365 കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ലൈവ് പ്രോഗ്രാമിലേക്ക് ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് കഥകളായിട്ട് വേണമെങ്കിൽ മാറ്റാം. ഇല്ലെങ്കിൽ അത് മറ്റു ആർക്കും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിൽ വരുവാണെങ്കിൽ അത് സ്വന്തം കഥകളായിട്ട് തന്നെ എഴുതി ഓരോ എപ്പിസോഡുകളിൽ കഥകൾ തന്നെ അവതരിപ്പിക്കാം എന്നുള്ള ഒരു വ്യത്യാസമാണ് എനിക്ക് വരും കാര്യങ്ങളിലോട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ ആകാംക്ഷകളെ കുറിച്ചുള്ള ഒരു കണക്ക്, നിങ്ങൾ ആകാംക്ഷിച്ചതുപോലെ തന്നെ ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ സ്വപ്നം, ഒരു സുഖചിന്ത അല്ലെങ്കിൽ ആത്മായിട്ടുള്ള ഒരു കണക്കൂട്ടൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അവിടെ എൻ്റെ പ്രത്യാശകൾ അല്ലെങ്കിൽ എൻ്റെ സന്തോഷം അതിന് ഞാൻ വിലയിരുത്തുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈ കവിതകൾ വീണ്ടും 2 വരി എങ്കിൽ ഇത് പൂർത്തീകരിക്കും വരെ ഇതിന് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഉണ്ടാവും. പ്രതീക്ഷകൾ പുതിയ ലൈവ് വാച്ചിങ്ങിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് ആസ്വദിക്കുവാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രത്യാശയും അതേപോലെ സ്വപ്നവും സാവിഷ്കാരവും അതേപോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്നേഹവും പ്രതീക്ഷകളും ഒക്കെ മാറ്റിയ വരികൾ എന്നുള്ളതാണ് എൻ്റെ ഒരു പുതിയ ചിന്ത. പദപത്മജയാലവൾ ഇനി വിരിയും നീ മലർമാമാങ്കണത്തിൽ തനിത്തേന്നി ഹൃദയം മീട്ടി അവളുടെ നിശാന്തമാം മണിമാറിൽ പത്മാനുമൗനരാഗങ്ങൾ പാതിമിഴിനീർ വാർത്തു ഇന്നീ സരസൂരം വിരിയും സ്വപ്നങ്ങൾ പുൽകും കുടിലിൻ മണിമുകിൽ വന്നണഞ്ഞൊരു മിഴിനീർനാളം അലിഞ്ഞു ചേർന്നൊരു സരസൂരം പൂശി നിന്നൊരു പൂന്തേൻ കിളിയവൾ ഊഞ്ഞലിട്ടു ഈ നിലവിൽ തെളിയും മാനം പൂശുനിരാഗം വന്നു പെയ്തൊരു പേമാരി വന്നു പെയ്തൊരു പേമാരി ഇന്നീ മനസ്സിൻ തീരത്ത് ഒരു കാമനമീ എന്നറിയാതെ ഈ കണ്ണീർ കണങ്ങൾ പോലെ ഒരു പൂവിടരുമീ അനന്തമാം ലയനം നിൻ മനസ്സിൽ ഉണരും തീരം അറിയും പോഴും വരുമീരാവിൽ മണിമണ്ഡപ വിഗ്രഹമാം ഒരു രാവിൽ ലലിയും ശ്രുതിലയും ഒരു നവസന്ധ്യയിൽ കനക കിരീടം അണിയും തീരമാറി ശ്രുതികൾ ചേരും അലകടലോലം പദനുര ചിതറുമീ മണലാരണ്യം ഇന്നീ തണലിലോലമിഴിനീർ വാക്കും പ്രകൃതി തീരങ്ങൾ അലകുളിരാലൊരു ഈറൻ വാർക്കും പൂമിഴിയാലവൾ പൂമിഴി തീർത്തു ഈ മാറിൽ നുരയാൽ തേനക വിരിയും ഈരാവിൽ ഇന്നീ ആകാശത്തിരയിൽ
ഇന്നീ പൂന്തുറയിൽ പെയ്തു തീർന്നോരും കുളിർമാറി കനലിടും ഇന്നീ വിശാന്തമാം മണൽ മാറിൽ നിർവൃതിയാലൊരു പകൽ പോലെ അലിഞ്ഞു ചേർന്നൊരു മണിമാല ഇന്നീ തീരത്ത് ഇന്നീ തീരത്ത്. മറ്റുള്ള സാങ്കേതിക തടസ്സങ്ങളിലൂടെ മറ്റുള്ള എന്താ പറയുക നമ്മുടെ നാട്ടിലെ എന്താ സാമൂഹിക ദ്രോഹികൾ അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾ കാരണം നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഒരിക്കലും എങ്കിലും അവർ പറയണം എന്നുള്ള ഒരു ഹൃദയ മനോഭാവമാണ് നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. കാരണം നമുക്കിതിനെക്കുറിച്ച് അറിയണം, നമുക്കിതിനെക്കുറിച്ച് മറ്റുള്ള കണക്കൂട്ടൽ ജനങ്ങളുടെ ഒരു ഹൃദയം അല്ലെ ഒരു മനസ്സ് നമ്മുടെ അമ്മമാരായി മാറി അല്ലെങ്കിൽ അച്ഛന്മാരായിട്ട് നമ്മുടെ എല്ലാം കൈകളെ മാറ്റി കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ കൊണ്ടും പണങ്ങൾ കൊണ്ടും ജീവിക്കുന്നവർ മറ്റുള്ളവരെ വളർത്താൻ നമ്മളെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലെ ഒരു ഇമ്പാക്റ്റ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഒരു ആൻറ്റിജനെ ഫോഴ്സാക്കി മാറ്റുകയും മറ്റുള്ള വിമർശനങ്ങളെ കൊണ്ടെത്തിക്കുകയും ശ്വാസകോശങ്ങളെ തകർക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ മോഷ്ടാക്കൾ അങ്ങനെ വരുന്ന ഭാവിയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ രാജ്യദ്രോഹികളായിട്ട് അവരുടെയൊക്കെ ഭരണാധികാരികൾ ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ അലങ്കരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിലും നമുക്കങ്ങനെയുള്ള വിമർശനം വന്നിട്ടില്ല. എങ്കിലും അവർ അവർ കഥ എഴുതാറുണ്ട്, മറ്റു പലതും വായിക്കാറുണ്ട്, എഴുതാറുണ്ട് നമ്മുടെ ഹൃദയങ്ങളിലൂടെ തന്നെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് വലിക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ എന്ത് കണക്കൂട്ടലാണ് ആയിട്ട് അതിൻ്റെ ലാഭങ്ങളും ഗുണങ്ങളും മറ്റുള്ള ഉപയോഗങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള കുറേ അതിൽ കഞ്ചാവും ബ്രൗൺ ഷുഗറും ബെറ്റഡീനും ആശിഷുമൊക്കെ ഉപയോഗിക്കുന്ന കുറേ ജാതിയിൽപ്പെട്ട കുറേ കലാകാരന്മാർ അവരുടെയൊക്കെ സുഖാനുഭവ ജീവിതങ്ങളാണെന്ന് അവരുടെയൊക്കെ ചിന്തകളും പൈസയും പരിപാലനങ്ങളും മറ്റുള്ളവർ സഹായങ്ങളും ഏത് രീതിയിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഉണ്ടാകുന്നത് കൊണ്ട് അവർക്ക് നമ്മളെക്കുള്ളവരുടെ ഹൃദയത്തിൽ ദ്രോഹിക്കുക. അത് നമ്മൾ ഹൈന്ദവനായിരുന്നു, ഹൈന്ദവൻ്റെ ഹൃദയം നമ്മുടേതായതുകൊണ്ട് ഒരു ഇന്ത്യക്കാരാണ് ശരാശരി ഒരു മലയാളിയും ഒരില്ലെങ്കിൽ ഒരു രാജ്യസ്നേഹിയും അല്ലെങ്കിൽ ഒരു മനുഷ്യസ്നേഹിയും സ്വപ്നങ്ങളും പ്രതീക്ഷയുമുള്ള ഈ ഒരു കഥയുടെയും അല്ലെങ്കിൽ ഒരു കവിതയുടെയും ലോകത്ത് വന്നെത്തി എല്ലാ അറിവുകളുടെയും ചിന്തകളുടെ സ്വപ്നങ്ങളുടെയും അതിൻ്റെ ആവിഷ്കാരങ്ങൾ സരസ്വതി ഒരു പ്രതിബിംബം പോലെ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ആത്മാക്കൾ അല്ലെങ്കിൽ അതിലുള്ള സംഘങ്ങൾ അതിനെയൊക്കെ ഹാക്ക് ചെയ്ത് മറ്റുള്ളവരുടെ എല്ലാ കണക്കൂട്ടലിലുള്ള രോഗങ്ങളിലൂടെ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന പാട്ടുകൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കവിതകൾ കവിതകളാണ് ജീവിതം എന്നുള്ളത് അവരെ പഠിപ്പിച്ച മറ്റുള്ള രാഷ്ട്രീയ സാമൂഹിക രോഗികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ അവരുടെയൊക്കെ ഒരു എന്താ പറയുക അവരുടെയൊക്കെ സുജീവിതത്തിൻ്റെയും ആ പാഠങ്ങളുടെയും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വർഗീയതയുടെയും ഒക്കെ ഒരു അനുഭവം നമ്മുടെയൊക്കെ വളർച്ചയിൽ നമ്മുടെയൊക്കെ മറ്റു പല കാര്യങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് വരും കാലങ്ങളിൽ അതിനൊക്കെ ഒരു മറുമരുന്നായി ഞാൻ മാറട്ടെ. എൻ്റെ പ്രതീക്ഷകൾ മറ്റുള്ള വരും തലമുറകളിലും മക്കൾമാർക്കും അല്ലെങ്കിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാം അറിഞ്ഞും ഇനി വളർന്നു വരുമ്പോഴും നിങ്ങളുടെയൊക്കെ സ്വപ്നം പ്രതീക്ഷയും ഒക്കെ അറിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയങ്ങളാക്കി മാറ്റി എൻ്റെ സപ്പോർട്ടുകൾ എൻ്റെ വളർച്ചയിലേക്ക് വന്നെത്തും എന്നുള്ള അവരുടെയൊക്കെ അവിടെയൊക്കെ വളരെ വളർച്ചകളും അത്ഭുതങ്ങളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷനും ഒക്കെ നൽകുക ഇതിലൂടെ ചിന്താഗതികൾ രാജ്യത്തിന് വേണ്ടി നമ്മൾ ജനിച്ചിരുന്നു. ആ രാജ്യത്തിന് വേണ്ടി നമ്മൾ അമ്മമാരെ പോലെ അച്ഛന്മാരെ പോലെയും നാട്ടുകാരെയും ജനാധിപത്യവും കേട്ടതിന് നമുക്ക് വീണ്ടും ഒരു തലമുറകൾ ഒരു ന്യൂ ജനറേഷൻ കുറ്റപ്പെടുത്താം എന്നുള്ള ഒരു പ്രത്യാശയാണ് എൻ്റെ ഈ ഒരു വീണ്ടുമുള്ള ജീവിക്കണം എന്നുള്ള ഒരു പ്രത്യാശയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചിന്തകൾ ഉൾക്കൊള്ളുകയും അത് ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു പ്രത്യാശയാണ് ഞാൻ ഈ ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ തന്നെ ഈ പ്രോഗ്രാമിലൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കാരണം എൻ്റെ മനസ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ ചിന്തിക്കുന്ന സ്വപ്നങ്ങൾ അത് തളർന്നു പോകാതിരിക്കട്ടെ എന്നുള്ള ഒരു ആശയമായിരുന്നു ആദ്യം തൊട്ടേ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷകളുടെ വീണ്ടും ഒരു ലോകം, ഒരു പ്രതീക്ഷയുടെ ഒരു മുൾനാമ്പുകൾ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ഒരു കൂട്ടായ്മ, ഒരു സങ്കോചനം, അവരുടെ ജാതിയും മതങ്ങളും ഒന്നുമില്ലാതെ ഒരു പ്രത്യാശകൾ ഉണ്ടാവണം. അവരവരുടെ ജീവിതത്തിനും അവരുടെ ഗോത്രത്തിനും അവരുടെ ആചാരങ്ങൾക്കും അവരവർക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ടെത്തിക്കാനോ മറ്റുള്ളവരുടെ ടെക്നോളജികൾ ദ്രോഹിക്കാനോ ആവരുത്. ദ്രോഹിക്കുന്നവനെ ദ്രോഹിക്കാത്തവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഹൃദയങ്ങൾ കൊടുക്കുമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹൃദയം കൊടുക്കുന്നവനെ അവനെ വളർത്താനാലും സ്നേഹിക്കാനാലും സന്തോഷിക്കാനാലും നാളെ നമുക്കൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അവിടെ വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും ജാതിയും ഒന്നുമില്ല, രാജ്യവും ഭാഷയും ഒക്കെ തന്നെയാണ്. അതേപോലെ തന്നെ മറ്റുള്ള കണക്കൂട്ടലുമാണ്.
സ്വപ്നവും പ്രതീക്ഷയുമാണ്. മറ്റുള്ള രാജ്യക്കാരെ കുറിച്ച് നോക്കുന്നത് നമ്മുടെ ഭാഷയുടെ എന്താണ് പറയുന്നത് എന്നുള്ളത് അവരുടെ ഭാഷയോട് സപ്പോർട്ട് ചെയ്യുന്നത് അവർ നമ്മളായിട്ട് നമ്മുടെ രീതിയിൽ ജീവിതവും ധൈര്യമായി മാറണം എന്നുള്ളത്, ഇന്ത്യക്കാരായി മാറണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത്. അടുത്ത വരും കാലങ്ങളിൽ വരും നാളുകളിൽ വീണ്ടും നല്ല നല്ല സന്ദേശങ്ങളും നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെയായി മാറും. അത് നിങ്ങൾ വീക്ഷിക്കുകയും വേണം എന്നുള്ള ഒരു പ്രത്യാശമുണ്ട്. ഇനി ഒരു എപ്പിസോഡ് നല്ല ഒരു വരും തലമുറ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനങ്ങളിലൂടെ ഒരു സ്വപ്ന സന്ദേശങ്ങൾ ആയി മാറട്ടെ. ബാക്കിയുള്ളവരുടെ ബ്രെയിനില്ലായ്മയും ഹൃദയം ഇല്ലായ്മയും അല്ലെങ്കിൽ ഹൃദയം ഉണ്ടാക്കുന്ന നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തയിൽ സരസ്വതി എന്ന് പറയുന്നത് പോലെ മറ്റുള്ള മറ്റുള്ളവരോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ കൊണ്ടോ നിങ്ങളുടെ ഹൃദയമുണ്ട്, നിങ്ങളുടെ ബ്രെയിനില്ലായ്മകൾ കൊണ്ട് അവരുടെ ഹൃദയത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലോട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ലോകത്തിന് ഭാഗമാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം തകർച്ചയുടെ വക്കിൽ വന്നെത്തുന്നത്, മറ്റുള്ള ബുദ്ധിമുട്ടുകളും വന്നെത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതിനെ ഞാൻ വിമർശിക്കുകയാണ്, മറ്റുള്ള ഒരു രീതിയിലല്ല. ചിലരെയൊക്കെ വിമർശിക്കാറുണ്ട്, അവരുടെയൊക്കെ കൂട്ടുകാരായി മാറണം. നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് വളരുകയും നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും രാജ്യത്തിലും പണം എത്തിക്കഴിഞ്ഞാൽ എല്ലാമായി എന്ന് പറയുന്ന കുറേ രാഷ്ട്രീയ പ്രവർത്തകരും കുറേ ഓഫീസ് ജീവനക്കാരും എല്ലാമാണ് രാജ്യത്തിൻ്റെ ഒരു തീവ്രവാദ മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതില്ലാതായി മാറട്ടെ. സ്വപ്നങ്ങളും സ്നേഹങ്ങളും അവരവർ വളരാനും നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും അത് വളർത്തുന്ന ജനങ്ങളെയും വളർത്തിയെടുക്കാനാവട്ടെ. അതേപോലെ അവനവൻ്റെ കുടുംബവും അവനവൻ്റെ വീടും കാര്യങ്ങളും അതാണ് എപ്പോഴും നമ്മൾ നോക്കുക. അത് നന്നാൽ മാത്രമേ രാജ്യത്ത് നന്നാക്കാൻ പറ്റൂ. കാരണം അവനവൻ്റെ അച്ഛൻ അമ്മ പ്രതീക്ഷ, അവനവൻ്റെ വീട്, അവനവൻ്റെ വളർച്ച, അവനവൻ്റെ രീതി, അതൊക്കെയാണ് മറ്റുള്ളവരും കാണിച്ച് മാറുകയായിട്ടാണ് അവർ വളർന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു സാങ്കേതികത എനിക്കത് പ്രത്യാശ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ല. കാരണം അവിടെ മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ എന്നിൽ വന്നെത്തിക്കുന്നത് എൻ്റെ പേരൻസിലൂടെയാണ്. അതേപോലെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടുകൾ കിട്ടാതെ പോകുന്നത്. എനിക്കുള്ള ഓഡിയൻസ് എല്ലാം വെളിനാടുകളിലാണ്. അതേപോലെ നിങ്ങളെപ്പോലെ വാച്ച് ചെയ്യുന്നവരാണ്. അത് സ്വന്തം ഗ്രാമത്തിലുള്ളത് തുച്ഛമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. എങ്കിലും അവർ വീക്ഷിക്കുന്നത് നല്ലതിനെ വീക്ഷിക്കാത്തവരുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഡൂമറുകളെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പ്രത്യാശ എനിക്കും മനസ്സിലായ എൻ്റെ പേരിലാണ് ഞാനും മറ്റുള്ള രീതിയിൽ ഒന്നും ആരെയും ചോദിക്കാത്തത് എന്നുള്ളതാണ്. എങ്കിലും വരും കാലങ്ങളിൽ പ്രത്യാശയുടെ പുതിയൊരു തലമുറ അല്ലെങ്കിൽ പുതിയൊരു ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു സ്വപ്ന സന്ദേശം അല്ലെങ്കിൽ ഒരു രാജ്യം, ഒരു ന്യൂ ജനറേഷൻ എന്നുള്ള രീതിയിൽ എല്ലാം നല്ലതിനു വേണ്ടി എല്ലാം നല്ല രീതിയിലാവട്ടെ. നമ്മുടെ ഭരണത്തിന് കീഴിൽ വരുന്ന എല്ലാ പ്രതീക്ഷകളുടെയും വളർച്ചയും എല്ലാം ഭരണാധികാരികളും ഒരു കണക്കൂട്ടുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലൊരു ശുഭ പ്രതീക്ഷകളുണ്ടാകുന്ന ഒരു ഭരണാധികാരിയും ഉണ്ടാവട്ടെ. ഇതെല്ലാം കണക്കൂട്ടിക്കൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾ അവർ നമ്മുടെ വിലയേറിയ സപ്പോർട്ടുകളും ആ അംഗീകാരങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ വോട്ടുകൾ അതിനെ കൊണ്ട് എന്താ പറയാൻ പറ്റുമോ, ഇത് പറയുന്നത് പോലെ എന്താ പറയാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ചിന്തനീയം തന്നെ കയറുമോ. ഹൃദയവും മനസ്സും ഒന്നാമത് നമ്മൾ എന്തുകൊണ്ടാണ് ഹൃദയം കൊണ്ട് ബ്രെയിനും കൊണ്ട് എല്ലാ ആഹാരങ്ങൾ കൊണ്ടുപോയി മാറിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വളർച്ച നമ്മൾ അറിയാവുന്ന ഒരു പുതിയൊരു വളർച്ചയെക്കുറിച്ചാണ്, പുതിയൊരു ഹൃദയത്തെ. അന്നേരം ഇതൊന്നും ഇല്ലാത്ത മനുഷ്യന്റെ ഹൃദയങ്ങളും ബ്രെയിനുകളും അത് ആശായി എല്ലാം കഴിക്കുകയും എല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ഹൃദയം നമ്മൾ പിന്നെ പറയേണ്ടി വരുന്നു. കാരണം എനിക്കറിയാം എന്നുള്ളതാണ് എൻ്റെ. അത് മറ്റുള്ളവരത് മനസ്സിലാക്കും. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെ ബുദ്ധി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർ ഒരു വളർച്ചയെ അല്ലെ പൈസ ഉണ്ടാക്കി കൊടുക്കാനും വളർത്താൻ ഒരു അംഗവൈകല്യങ്ങളുടെ കാര്യം വളരെ വളർത്താവുന്ന ഏത് രീതിയിലായുള്ള ഒരു ചിന്തകളെക്കുറിച്ച് പറയുന്നത്. കാരണം അങ്ങനെ പറയേണ്ടി വരുന്നു. കാരണം അങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു ഗവൺമെന്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വജ്രത്വവും അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ടോ ഒരു രാജ്യത്തിന്റെ ഒരു അവകാശിയായിട്ടോ അല്ലെങ്കിൽ ഒരു നാടിന്റെ ഒരു തലമുറയുടെ ഗോത്രത്തിന്റെ അവകാശിയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്നോ അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ ഒരു കണക്കൂട്ടിൽ അറിയാവുന്ന ഒരു ജനങ്ങൾ ഒരു നെറ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡാറ്റ ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ഇടുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഈ രീതിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ തീവ്രവാദവും വളരണം ജീവിക്കാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യദ്രോഹത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ പ്രതീക്ഷയുടെ ജാതിയും മതത്തെ വളർത്തുകയാണ്. അവർ ഒന്നുമില്ലെങ്കിൽ സ്വന്തം ജാതിയും മതമെങ്കിലും അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രത്യാശ. ബാക്കിയുള്ളവർ അത് കണ്ടെങ്കിലും പഠിക്കണം. എങ്കിലും നമ്മുടെ വളർച്ച കണ്ടേ പഠിക്കും. കാരണം നമ്മുടെ നാശം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരൊന്നും വളരാൻ പോകുന്നതിനുള്ള പ്രതീക്ഷ. കാരണം പുതിയ തലമുറയിലായാലും വിദ്യാഭ്യാസ ചിന്തകളിൽ വന്നെത്താം. അതിൻ്റെ രൂപം മാറ്റവും നല്ല സന്ദേശങ്ങളാണ്. ഒരു പുതിയ തലമുറയുടെയാണ്. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവയിൽ നമുക്കെല്ലാവർക്കും തിരിച്ചും കാണാൻ പറ്റും. പക്ഷെ അവിടെ അസ്തമിക്കും, അവിടെ ചന്ദ്രൻ ഉദിക്കും. അതിൻ്റെ പ്രവയിൽ നമുക്ക് ആ ഇരുട്ടത്തെല്ലാം കാണാൻ പറ്റും. അത്രയും ഒരു ക്ലാരിറ്റി മാത്രമേ നമ്മുടെ വീക്ഷണങ്ങളിലൂടെ അല്ലെ പ്രതീക്ഷകളിലൂടെ നമുക്ക് നേരിയ മങ്ങിയ
പ്രതീക്ഷയിലെങ്കിലും ഹൃദയത്തെ നമ്മളെ അട്ടഹസിപ്പിക്കുന്നുവെങ്കിലും അവർക്കൊന്നും ഇതേപോലെയുള്ള അവസരങ്ങളോ ഇതേപോലുള്ള അവസ്ഥകളോ ഒന്നും വരാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശകൾ മാത്രമേ ഉള്ളൂ. കാരണം അവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല രീതിയിൽ സപ്പോർട്ടുകളുണ്ട്. എങ്കിൽ നമുക്കങ്ങനെ സപ്പോർട്ട് നമ്മളുടെ സാധാരണപ്പെട്ടവരും പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതവും ഇതൊക്കെ തരാണ്, മറ്റുള്ള ജോലികളുമാണ്. അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കണ്ടെത്തുന്ന നിയമങ്ങളുടെയും കണക്കൂട്ടലിലൂടെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ എന്താ പറയുക, മറ്റ് പല വൈറസുകൾ കടത്തിവിടാം, അറ്റുകളിനെ ബ്ലോക്ക് ചെയ്യുക, അന്നേരം മറ്റു പല ജാതിക്കാരൻ്റെയും വർഷക്കാരൻ്റെയും പാർട്ടിക്കാരൻ്റെയും കണ്ടുപിടുത്തങ്ങളെ നമ്മൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളൊക്കെ മാറ്റിയവരെ അവർ കൈയാക്കുകയും ചുമടിക്കുകയും ചെയ്ത് അവരെയൊക്കെ സുഖജീവിതങ്ങൾ കൊണ്ടെത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ഇമ്പാക്റ്റ് കടത്തിവിടുന്നു എന്നുള്ളതാണ്. അതാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ല പ്രതീക്ഷയോടെ ഒരു ഡൊമിനിയായി മാറട്ടെ എന്നുള്ള ഒരു പ്രത്യാശകൾ നോക്കാം. വരും കാര്യങ്ങളിൽ സർക്കാർ ഡൊമിനി തന്നെയായി മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ള പ്രത്യാശയോടെ ഗോപകുമാർ കെ കോയിക്കുമർത്തി വരും എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഗോപകുമാർ. ബൈ ബൈ.